ഇവിടുന്ന് എലക്റ്റഡ് ആയിട്ട് പോകുന്ന എം പിമാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, കേരളത്തിൽ പല സ്ഥലത്തും പെൺകുട്ടികൾ ഒരിക്കലും സേഫ് അല്ല. നമ്മുടെ വോട്ട് വാങ്ങിച്ചിട്ടാണ് അവർ ഭരണത്തിൽ പോയിരിക്കുന്നത്. ഒരു MP എനിക്കൊന്ന് കണ്ട് എൻ്റെ ഒരു ആവശ്യം പറയാൻ വേണ്ടിയിട്ട് അങ്ങേരുടെ കൈക്കാരന് ഞാൻ കാശ് കൊടുത്തു 10,000 രൂപയ്ക്ക് ഞാൻ കൊടുക്കേണ്ടി വന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് കടക്കുകയാണ് കേരളം. ഈ വനിതാ ദിനത്തിൽ നമ്മുടെ നാട്ടിലെ സ്ത്രീ വോട്ടർമാർക്ക് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ഒപ്പം ജയിച്ചു വരാൻ പോകുന്ന MP മാരോട് അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന്. സ്ത്രീകൾക്കുള്ള സുരക്ഷയാണ് മെയിനായിട്ടും വേണ്ടത്. വേറെ ഒന്നും അവരുണ്ടാക്കിയിട്ടൊരു കാര്യമില്ല. ഗവൺമെൻറ് ജോലിയിൽ പിന്നെ PSC എക്സാമിന് ജയിക്കുന്നവർക്ക് അവർക്ക് ഈ ഒരു 20-30% കൂടുതലും സ്ത്രീകൾക്ക് ആനുകൂല്യങ്ങൾ കൊടുത്താൽ നല്ലതായിരിക്കും. എൻ്റെ മക്കൾക്ക് സംസാരിക്കാനുള്ളൊരു കഴിവില്ലാത്തവരാണ്. ഇപ്പോൾ പെൻഷൻ ആണെങ്കിലും വഴിയെ കിട്ടണം. ഇപ്പോൾ കുറേ ആയി പെൻഷൻ കിട്ടി. 5-6 മാസമായി അമ്മക്കൊക്കെ പെൻഷൻ കിട്ടിയിട്ട്. ട്രെയിനിൽ പോകുമ്പോൾ ജനറൽ കമ്പാർട്ട്മെന്റിൽ സ്ത്രീകൾക്ക് കയറാൻ പറ്റില്ല. അപ്പൊ അതിന്റെ കമന്റ്സിൽ കണ്ടത് എന്താ, സ്ത്രീകൾക്ക് വിമൻ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ കയറാൻ. പക്ഷെ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ കയറിയതുകൊണ്ട് സമൂഹത്തിലെ പ്രോബ്ലം ഇല്ലാണ്ടാവണില്ലല്ലോ. ജയിച്ചു വരുന്ന MP മാരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ട്രെയിനിന്റെ പ്രശ്നം തന്നെയാണ്. പക്കയായിട്ട് ട്രെയിൻ കറക്റ്റ് ടൈമിൽ ഓടാനായിട്ട് ആ ഒരു ടൈം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക, അതാണ് വേണ്ടത്. വാർദ്ധക്യത്തിൽ എത്തിപ്പെടുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അല്ലെ അമ്മമാർക്ക് വേണ്ടിയിട്ട് കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ ഫണ്ട് അനുവദിക്കുകയും അവർക്ക് നല്ല രീതിയിൽ വാർദ്ധക്യത്തിൽ ജീവിച്ചു പോകുന്നതിനുള്ള ഒരു തുക പിന്നെ വാർദ്ധക്യ പെൻഷനായി കൊടുക്കണം. അതിന് MP മാർ ഇടപെടൽ നടത്തണം. ഇപ്പോൾ കിട്ടുന്ന ഈ 1,600 രൂപ കൊണ്ട് അവർക്കൊന്നും ആകുന്നില്ല. ഞാൻ ചെന്നൈയിലിരുന്ന് പറഞ്ഞ് തമിഴ്നാട്ടിൽ ഈ ബസ്സിൽ ട്രാവൽ ചെയ്യുന്നവർക്ക് ഫ്രീ ആണ് ലേഡീസ്ക്ക്. അപ്പോൾ ഇവിടെയും ആ ഒരു ഫെസിലിറ്റി തന്ന ഒരു നല്ല ഇതിട്ടാവും. കൊച്ചിയിൽ തിരക്ക് കൂടി വരികയാണ്. അപ്പം മെട്രോ കുറച്ചും കൂടെ വികസിപ്പിക്കണമെന്നുണ്ട്. MP മാർ ജയിച്ചു കഴിയുമ്പോൾ അവർ കേന്ദ്രമായിട്ട് ഇടപെട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഒരു പരിഹാരം കാണണം. இந்தியா வந்துட்டு நம்மளோட பேக் போன் சொல்கிறது வந்துட்டு அக்ரிகல்ச்சர். அண்ட் அக்ரிகல்ச்சரில் பார்த்துட்டிங்கன்னா ஈவன் இப்பயுமே வந்துட்டு ஒரு வேஜ் அப்படின்றது வந்து ஃபிக்ஸ்டு கிடையாது. ஏன்னா தேர் ஆர் லாட் ஆஃப் புரோக்கர்ஸ். ஆக்சுவலாக அக்ரிகல்ச்சர் பண்ணுறவங்களுக்கு கரெக்டான வேஜஸ் போய் சேருறது கிடையாது. எவ்ரி திங் இஸ் லூட்டட் பை ட்ரேடர் தான் வந்துட்டு அது எல்லாம் எடுத்துக்கிறாங்க. ஃபியூச்சரில் ஜெயிக்கிற MPs வந்து அதில் கொஞ்சம் ஃபோக்கஸ் பண்ணால் கொஞ்சம் பெட்டர்மெண்ட்டாக இருக்கும் இந்தியாவோட நெக்ஸ்ட் ലെവൽക്ക്. കേന്ദ്രം തരുന്നത് എന്തെന്നാ, ഗ്യാസ്, ഇന്റർനെറ്റ്, ഇലക്ട്രിസിറ്റി ബില്ല്, എല്ലാ കാര്യത്തിനും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ബില്ലുകളും റേറ്റുകളൊക്കെയാണ് വരുന്നത്. നമ്മൾ അടയ്ക്കുന്ന നികുതിക്ക് തക്കതായിട്ട് ജനങ്ങൾക്ക് കൂടെ ആനുകൂല്യങ്ങൾ കിട്ടണം എന്നുള്ളത് പ്രതീക്ഷിക്കുന്നു. ജയിച്ചു പോകുന്ന MP മാരോട് എനിക്ക് പേഴ്സണലായിട്ട് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഞാൻ പറയുന്നത്, നമ്മുടെ ഫാർമേഴ്സിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനുള്ള പ്രൊജക്റ്റുകൾ കൊണ്ടുവരിക. ഗവൺമെന്റ് കോളേജൊക്കെ എണ്ണം കൂട്ടിയിട്ട് ഗേൾസിന്റെ ഒക്കെ പഠിപ്പ് അവർക്ക് കുറെ സീറ്റ് റിസർവ് ചെയ്ത് കൊടുക്കുക, അതൊക്കെ അവർ മെയിനായിട്ട് നോക്കണം. കുറച്ചും കൂടി നമ്മുടെ നിയമം ഒന്ന് സ്ത്രീകൾക്കെതിരെ എന്ത് സംഭവിച്ചാലും നിയമം ഒന്നുകൂടി സ്ട്രോങ് ആവണം. ഇപ്പോൾ BJP സർക്കാരാണെങ്കിൽ തന്നെ പല സ്റ്റേറ്റുകളിലും അവരുടെ മന്ത്രിമാരാണ് പല കുഞ്ഞുങ്ങളെ പോലും പീഡിപ്പിച്ചത്. പക്ഷെ അവരെല്ലാം ഇന്ന് നിലനിൽക്കുന്ന സംവിധാനം അവരെല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്ന തരത്തിലാണ്. നമ്മുടെ വോട്ട് വാങ്ങിച്ചിട്ടാണ് അവർ ഭരണത്തിൽ പോയിരിക്കുന്നത്. അപ്പൊ നമുക്ക് വേണ്ടിയാണ് അവർ നിൽക്കേണ്ടത്. റെയിൽവേയിൽ ഒഴിവുകൾ ധാരാളം ഉണ്ട്. ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് ഒഴിവുകളുണ്ട്. പക്ഷെ അതൊന്നും നികത്തപ്പെടുന്നില്ല. ജനങ്ങളുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ അധികാരത്തിൽ വന്നാലേ കാര്യമുള്ളൂ. അത് ഏറ്റെടുക്കുന്ന ആളുകൾക്കേ നമ്മൾ വോട്ട് ചെയ്യേണ്ടതുള്ളൂ. വർഷത്തിൽ ഒരിക്കലെങ്കിലും അവർ തിരിച്ച് ഏത് മണ്ഡലത്തിൽ നിന്ന് ജയിച്ചെന്നെങ്കിലും ഒരു ഓർമ്മ വെച്ച് അവിടെ എത്തിയിട്ട് അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ട് വന്ന് ചെയ്തു കൊടുക്കുക. അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ സന്നദ്ധരാകുകയോ ചെയ്താൽ വളരെ ഉപകാരമായിരുന്നു. സ്ത്രീയായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ, ഒരു പൊതുവെ വരുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ടത് ആദ്യം അറ്റ്ലീസ്റ്റ് ഈ വനിതാ MP മാരെങ്കിലും അല്ലെങ്കിൽ വനിതാ പ്രതിനിധികളെങ്കിലും മുന്നോട്ടിറങ്ങി പ്രതികരിക്കണം. ഈ സ്ത്രീകളുടെ ശബ്ദം പാർലമെന്റിൽ കേൾപ്പിക്കാൻ അവർക്ക് കഴിയും. ജനങ്ങളോടൊപ്പം നിലകൊള്ളാനും അവരുടെ അടുത്തേക്ക് ഇറങ്ങി വരാനും ഏതൊരു MP-ക്കാണോ MLA-ക്കാണോ കഴിയുന്ന അവരുടെ ഒപ്പം ജനം നിൽക്കും എന്നുള്ളതാണ്. ജയിക്കുന്നതിന് മുമ്പ് അവരിതെല്ലാം ചെയ്യാമെന്നൊക്കെ നമ്മളോട് പറയും. ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ വഴി പോലും കാണൂല. പിന്നെ അവരെ നമ്മൾ ഓടിച്ചിട്ട് അവരെ കാണുന്നതിന് കാശ് കൊടുക്കേണ്ടി വരും. എൻ്റെ അനുഭവമാണ് ഞാൻ പറയണേ. ഒരു MP എനിക്കൊന്ന് കണ്ട് എൻ്റെ ഒരു ആവശ്യം പറയാൻ വേണ്ടിയിട്ട് അങ്ങേരുടെ കൈക്കാരന് ഞാൻ കാശ് കൊടുത്തു 10,000 രൂപയ്ക്ക് ഞാൻ കൊടുക്കേണ്ടി വന്നു. അവരെ നമ്മൾ കാണണമെങ്കിൽ പിന്നെ അവർക്ക് നമ്മൾ കാശ് കൊടുത്തിട്ട് വേണം, അല്ലേ? ശരിയല്ലേ ഞാൻ പറയണേ?